നമ്മുടെ അയൽപക്കത്തെ രാത്രി ആനകൾ വന്നിട്ടുണ്ട്. ആനകൾ വന്നിട്ട് കൃഷികളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് പോയി കണ്ടു നോക്കട്ടോ എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ചെറുക്കനും കൂടെ ഉണ്ട് കേട്ടോ. അവനങ്ങനെ പുറത്തേക്കൊന്നും വിടലില്ല, എന്നാലും കൊണ്ടുപോകട്ടോ. വാ, ആ കാണാം കേട്ടോ സംഭവം. കയറി വെക്കാം. രാവിലെ 3 മണിക്ക് ശേഷം അല്ലെങ്കിൽ അതിന് മുന്നേക്കായിട്ട് വന്നത്. അപ്പോൾ ചെറുക്കിന് വേഗം മനസ്സിലാവും കേട്ടോ. ലിയോയ്ക്ക് വേഗം മനസ്സിലാവും ആനുണ്ടെങ്കിലും ഭയങ്കര കുരയും. ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല കേട്ടോ, അമ്മമാരി കുരയും. നമ്മൾ കോഴികളൊക്കെ പുറത്തുണ്ടായതുകൊണ്ടേ നമുക്കും തന്നെ എന്താ ലിയോ കുരയ്ക്കണ നമുക്കറിയില്ലല്ലോ. ഇന്നലെ ഒന്നും ഉറങ്ങിയിട്ടില്ല, പെറ്റും കുരയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് വേറെ സംഭവമൊന്നുമല്ല, ആന വന്നതാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഓന് കാര്യം വേഗം മനസ്സിലാവേ, കുരച്ചിട്ട് അമ്മമാരി കുരയ്ക്കുക. ഏകദേശമൊക്കെ അടിച്ച് നിരത്തിക്കണം കേട്ടോ. പക്ഷെ വാഴയുടെ തണ്ട തിന്നുള്ളൂ, കൊല തിന്നില്ല കേട്ടോ. അതായത് പഴുക്കാത്ത കൊല ആയതുകൊണ്ട് എന്താ അറിയില്ല, കൊലകളൊന്നും ഒന്നും വേണ്ട, ആനക്ക് വേണ്ട. എത്ര ഉണ്ടെന്നൊരു ഐഡിയ ഇല്ലേ. ഏതായാലും വാഴകളൊക്കെ ഏകദേശം ഇങ്ങനെ കുറച്ച് സമയം കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന പണിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാഴ നോക്ക്, അടി മുതൽ ഇവിടെ തൊലി മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കയമ്പും എന്താ പറയുക, വാഴേൻ്റെ ഇണ്ണിത്തണ്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കംപ്ലീറ്റ് തിന്നിട്ടുണ്ടേ. ഇവിടെ ഈ വീട്ടിലെ ആൾക്കാരുണ്ട്, പക്ഷെ ഇത് ഒഴിഞ്ഞു കിടക്കുന്നൊരു സ്ഥലമാണ്. ആ വഴിയുടെ വന്നത്, ആ വഴി നേരെ പുഴയ്ക്കാട്ടോ പോവുക. അതായത് നമ്മുടെ തൊട്ട് താഴത്തു തന്നെയാണ് ഇത് കയറുക. അപ്പോൾ ആന വന്നു പറഞ്ഞല്ലേ, ആന വന്നതിന് തെളിവ് കാണിച്ചു കേട്ടോ. വാ, നല്ല ഫ്രഷ് ഈച്ചകൾ പാറുന്ന ആനപ്പിണ്ട കേട്ടോ. നോക്കില്ലയോ, നോക്ക് ഇതെന്താ നോക്ക്, 2 പിണ്ടേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ളത് എവിടെ ഇട്ടിക്കാൻ അറിയില്ല. അപ്പോൾ പിണ്ടിനുള്ള സമയം കിട്ടിയിട്ടില്ല കൊണ്ട് അപ്പോഴത്തേക്കും ആൾക്കാർ വന്നുകൊണ്ട്. ആനകളെ ഈ പറമ്പിലേക്ക് വന്നത് ഈ വഴിയാണ്. അതായത് ഒരു കമ്പി മതിലാട്ടോ, അതൊക്കെ പൊളിച്ചിക്കണ്. ഇവിടുന്ന് ഇങ്ങനെ വന്നു. ചവിട്ടിയ പാടുണ്ട് കേട്ടോ, അടിപൊളി പാടുണ്ട് കേട്ടോ. കാലിൻ്റെ ഉണങ്ങിയ മണ്ണായതുകൊണ്ടേ അങ്ങനെ കാണുമൊന്നുമില്ല. ഈ ഗ്യാപ്പിൽ കൂടെ കേട്ടോ. ഇതിൽ വന്നു, പക്ഷെ വേറെ എവിടുന്ന് ഇതിൽ കയറിയത് എവിടുന്ന് അറിയില്ല. അതാട്ടോ. അപ്പോൾ ഈ വഴി കൂടെയാണ് അവർ വന്നത്. അത് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ സൈഡിലൊക്കെ പുഴയാണ്, പുഴയുടെ ഭാഗമാണ്. ലിയോ
നോക്ക്. അപ്പോൾ അതിൽ ഈ പറമ്പിലൊന്നും വല്ലാണ്ട് അലമ്പുണ്ടാക്കിയിട്ടില്ലേ. ഇത് കൂടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ നേരെ അങ്ങോട്ട് കയറി നേരെ ആ പറമ്പിൽ കയറി കേട്ടോ.